ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഉടൻ തന്നെ ഉണ്ടാകും. അതിനിടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര നിരീക്ഷകർ രാത്രിയോടെ തലസ്ഥാനത്തെത്തും. നാളെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് മുൻപ് 63 കോൺഗ്രസ് എംഎൽഎമാരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് നിരീക്ഷകർ ചോദിച്ചറിയും. അജയ് മാക്കാൻ, മുകുൾ വാസ്നിക് തുടങ്ങിയവരാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കോൺഗ്രസ് UDF ചരിത്ര വിജയം നേടി, പക്ഷേ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നു. വി.ഡി. സതീശൻ ആകണമെന്നൊരു പൊതുവികാരമുണ്ട്. ജനങ്ങളിടയിലൊക്കെ നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു വികാരമാണുള്ളത്. വി.ഡി. ആണ് കോൺഗ്രസിനെ ഇത്ര ഒരു തിളക്കമുള്ള വിജയത്തിലേക്ക് നയിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുമ്പോഴും, പക്ഷേ ഈ നിയമസഭാ കക്ഷിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ MLA-മാരുടെ ഒരു കണക്കെടുക്കുമ്പോൾ വി.ഡി. സതീശന് പിന്തുണ കുറവാണ്. ഇത് പൊതുവായി കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് ഒരു പാർലമെൻ്ററി പാർട്ടിയിൽ ആർക്കാണോ മേൽക്കൈ ഉള്ളത് അവരാകാം മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷേ ഇത്തവണ ആ രീതിയിലായിരിക്കുമോ നടപടികൾ? അതോ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്തപ്പോൾ ഈ രീതിയിൽ കേന്ദ്ര നിരീക്ഷകർ എത്തുന്നു, എല്ലാ MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടുന്നു, ഒടുവിലാണ് വി.ഡി. സതീശനെ പ്രഖ്യാപിക്കുന്നത്. അതിനിടെ പക്ഷേ വി.ഡി. സതീശൻ ഒരു പ്രത്യക്ഷത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, ഡൽഹിയിലേക്ക് പോയിട്ടില്ല. രമേശ് ചെന്നിത്തല പക്ഷേ സമാന്തരമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കും എന്ന രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം കെ.സി. വേണുഗോപാൽ അത്തരമൊരു താല്പര്യവുമായി നിൽക്കുന്നുമുണ്ട്. എന്ത് പ്രതീക്ഷിക്കാം? വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയാത്തത്ര സങ്കീർണമാണ് നിലവിൽ ഈ സാഹചര്യം. കാരണം പൊതുവിൽ ഉയരുന്ന വികാരവും MLA-മാരുടെ പിന്തുണയും രണ്ട് തരങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർണമായ സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് നേതൃത്വത്തിന് മുമ്പിൽ. എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അജയ് മാക്കാനും മുകുൾ വാസ്നിക്കും ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. നാളെ രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് വെച്ചാണ് 63 കോൺഗ്രസ് MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അതിനു മുന്നോടിയായി അനൗദ്യോഗികമായി എല്ലാ MLA-മാരോടും ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്താനുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം നൽകി കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടെ ഭൂരിപക്ഷം MLA-മാരും ഇവിടെ എത്തും. ശേഷിക്കുന്നവർ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. അങ്ങനെ ഈ 63 പേരിൽ നിന്ന് വ്യക്തിപരമായി അവരുടെ അഭിപ്രായം എന്താണ്, ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യം വിശദമായി ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുക, ഈ പ്രതിനിധികൾ കടക്കുക. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ കൂടി അവർ പങ്കെടുത്തതിന് ശേഷമായിരിക്കും ഡൽഹിയിലേക്ക് മടങ്ങുക. അതിന് മുന്നോടിയായി ഒരുപക്ഷെ ഘടകകക്ഷി നേതാക്കളുമായും അതോടൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും മുൻ KPCC അധ്യക്ഷന്മാരുമായി എല്ലാം അവർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തെ അവർ അറിയിക്കും. പിന്നീട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയതിനു ശേഷമായിരിക്കും സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കുക. അവിടെ വെച്ച് കോൺഗ്രസിൻ്റെ ഈ വലിയ വിജയത്തിൽ നേതൃത്വത്തിൻ്റെ വിശദമായ വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകും. അതിനുശേഷം സോണിയാഗാന്ധി എടുക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായി മാറുകയെന്ന സൂചനകളാണിപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ പുറത്തു വരുന്നത്. 3 പേരും തള്ളാനും കൊള്ളാനും കഴിയാത്ത സ്ഥിതിയിലാണ് നിലവിൽ. കാരണം അത്തരത്തിലാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കെ.സി. വേണുഗോപാലിനെ അനുഭാവികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വിഭാഗവും കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ചെന്നിത്തല ഇല്ലാതിരുന്നിട്ട് പോലും മുഖ്യധാരയിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് 2011 വിവാദങ്ങൾ നമുക്കറിയാം. അന്ന് അവസാന സമയത്താണ് ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. അന്നു മുതൽ തനിക്ക് തടയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവസാന 2 വർഷം തന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്ന് പരസ്യമായി അത് നടക്കാതെ പോയിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണത്തിലേക്കും കടക്കാതിരുന്നത് പാർട്ടിയോടുള്ള ഒരു ബഹുമാനം കാരണമാണ്.
പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് MLA-മാരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ 2021 ഉണ്ടായിട്ടും തന്നെ മാറ്റിയത് നേരത്തെ അറിയിക്കാതെയാണ്. അങ്ങനെ നീതിപൂർവമായ ഒരു ഇടപെടലല്ല അന്നുണ്ടായത്. അന്നും പരിഭവം പരസ്യമാക്കിയില്ല. അതുകൊണ്ട് ഇത്തവണ തനിക്ക് ഡിസർവിംഗ് ആണ് ഈ പദവി, അതുകൊണ്ട് ആ പദവിയിലേക്ക് തന്നെ നിയോഗിക്കണമെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുമ്പോട്ട് വെക്കുന്നത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലെത്തി മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം രാവിലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട്. എന്തായാലും 2 ദിവസത്തിനകം ഈ കാര്യത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും ഡാൻ, അവിടെ എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളടക്കം അല്ലെങ്കിൽ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് VD സതീശന് അനുകൂലമായിട്ടുള്ളൊരു വികാരമുണ്ട്. അതായത് മറ്റ് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും പാർട്ടി തകർന്നടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അവിടെ നിന്നും ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച വിജയം നേടുന്നു. 101 അല്ലെങ്കിൽ 100-ലധികം സീറ്റ് നേടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പരസ്യമായി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു VD സതീശൻ്റെ ജൈത്രയാത്ര. ഒടുവിൽ 100 കടന്ന് 102 സീറ്റ്. അവിടെ മറുവശത്ത് പലരും ചൂണ്ടിക്കാണിക്കുന്നത്, രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ടുള്ള ഘടകമായി ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം നേതൃത്വം നൽകിയ 2021 തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നു. പക്ഷെ അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ 2 പേരും അപ്പുറം KC വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകം, അദ്ദേഹം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചു. അതായത് മറ്റു വിമതശല്യമുണ്ടായില്ല, മറ്റ് എല്ലാ സമുദായ ശക്തികളെയും ഒന്നിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി എന്ന രീതിയിലാണ് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പക്ഷെ ഹൈക്കമാൻഡ് ഇതിൽ എന്തൊക്കെയായിരിക്കും പരിഗണിക്കുക? ഈ MLA-മാരുടെ അഭിപ്രായം, അതോടൊപ്പം MP-മാരുടെ അഭിപ്രായമൊക്കെ വ്യക്തിപരമായി അവരെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഘടകമാകുമോ, അതോ ജനവികാരം കണക്കിലെടുത്തായിരിക്കുമോ ഒരു തീരുമാനമെടുക്കുക? സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുക. അതിന് പാർട്ടിക്ക് പാർട്ടിയുടേതായ ചിട്ടവട്ടങ്ങളുണ്ടെന്ന് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും KPCC അധ്യക്ഷനുമൊക്കെ മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നത് തന്നെ ഒരു സൂചനയാണ്. അതിനെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് ഈ 3 പേരും മുമ്പോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കൃത്യമായ ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേർക്കും 3 പേരെയും തള്ളിക്കളയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതായത് 2021 നമുക്കറിയാം, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല, അതായത് 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുമ്പോൾ, UDF-ന് നേതൃത്വം നൽകുമ്പോൾ, UDF-ന്റെ ചെയർമാനായി പ്രവർത്തിക്കുമ്പോൾ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 5 മന്ത്രിമാരാണ് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന്. അതോടൊപ്പം അദ്ദേഹം ഉന്നയിച്ച പല ആരോപണങ്ങളും അത് വലിയ തരത്തിൽ സർക്കാരിനെതിരെ വലിയ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ചർച്ചയായി മാറുകയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയുമൊക്കെ ചെയ്തു. പക്ഷേ അന്ന് അസാധാരണമായ ഒരു മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിച്ചു. അവിടെ ഈ അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ കരുതുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതോടെ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയൊരു അംഗീകാരമായി, കടപ്പാടായി അന്നത്തെ വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയം മാറുകയും അങ്ങനെ തുടർഭരണം സാധ്യമാകുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം നടന്ന MLA-മാരുടെ കണക്കെടുപ്പിൽ, അതായത് കഴിഞ്ഞ 2021 സമാനമായ തരത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് MLA-മാരുടെ കണക്കെടുത്തപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ തന്നെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പിന്തുണച്ചത്. പക്ഷേ പിന്നീട് ഡൽഹിയിലേക്ക് ചർച്ചകൾ എത്തിയപ്പോഴാണ് അവിടെ കാര്യങ്ങൾ മാറി മറിയുന്നത്. അങ്ങനെയാണ് ഒരു വൈബ്രൻ്റായ, അതായത് പിണറായി വിജയനെ നേരിടാൻ ഒരു വൈബ്രൻ്റായ, ചലനാത്മകമായ നിലപാടെടുക്കുന്ന ഒരു മുഖം വരട്ടെ, ഒരു ചെറിയ മാറ്റം ഉണ്ടാകട്ടെ, അങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ്റെ പേര് ഉയർന്നു വരുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നടത്തിയ ഇടപെടലുകളൊക്കെ നമുക്കറിയാം. അതിനുശേഷം നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയം നമുക്കറിയാം. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനുശേഷം 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായില്ലെങ്കിൽ
ഉണ്ടായില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് വി ഡി സതീശൻ നടത്തിയ പ്രതികരണങ്ങൾ, അത് രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ചലനങ്ങൾ, അതൊന്നും നമുക്ക് കാണാതിരുന്നുകൂടാ. അങ്ങനെയാണ് വി ഡി സതീശന് തന്നെ അവകാശപ്പെട്ടതാണ് മുഖ്യമന്ത്രി പദമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഈ തരത്തിൽ, അതായത് കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ ഏത് വിധേനയും ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ, കേന്ദ്ര സംഘത്തെ പലപ്പോഴായി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം, ജയസാധ്യത ആർക്കാണ് കൂടുതൽ, ഏത് വിഷയങ്ങൾ പ്രചാരണത്തിലായി കൊണ്ടുവരണം, അതോടൊപ്പം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന കോൺഗ്രസിന്റെ അഭിമാന പദ്ധതികൾ, 5 പദ്ധതികൾ ഇങ്ങനെ ആവിഷ്കരിച്ച് സംസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് കെ.സി. വേണുഗോപാലാണ് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ അവകാശവാദം. അതോടൊപ്പം ഇത്തവണ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്കും 1 രൂപ പോലും കടമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരമൊരുക്കിയത്, സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഓരോ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾക്ക് എത്തിച്ചു നൽകിയത് കെ.സി. വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് വിമതശല്യം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ. ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്, MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. പക്ഷെ ജനവികാരം കൂടി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലാതെ ഇത്രയധികം തിളക്കമാർന്ന വിജയം UDF-ന് ജനങ്ങൾ നൽകിയതാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് കാര്യം ഈ നേതാക്കൾ മറക്കരുത്. ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തരുത്. കാരണം ഒരുപക്ഷെ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തത് തന്നെ ഹൈക്കമാൻഡായിരുന്നു. ഇവിടെ നിരവധി കഴിവുള്ള നേതാക്കന്മാരുണ്ട്. അതായത് പാർട്ടിയെ നയിച്ചവർ, ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖമായിരുന്നവർ, അവരെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കെ.സി. വേണുഗോപാലിനെ പോലുള്ളവരെ രംഗത്തിറക്കുമ്പോൾ അതൊരു പക്ഷേ ജനവികാരം എതിരാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ മറ്റു തലങ്ങളിൽ നടക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ കഴിവുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, ദേശീയ തലത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആവശ്യമല്ലേ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.